എല്ലാവർക്കും സ്വാഗതം. നമ്മൾ LGS പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്ത് പോരുകയാണ്. ഇന്നത്തേത് 5ാമത്തെ വീഡിയോ. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഈ ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഭാഗത്തിൽ നിന്നും 5 മാർക്കാണ് PSC പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോഡ്വിൻ ഓസ്റ്റിൻ ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ, ഹിമാദ്രി, കാരക്കോറം, ശിവാലിക്. ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം റേഞ്ചിലാണ്. ജമ്മു കാശ്മീരിലെ കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് K2. അടുത്ത ചോദ്യം, ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? സിന്ധു നദിയുടെ പോഷക നദി ഏത്? യമുന, ഗോമതി, സത്ലജ്, മനാസ്. ഇവയിൽ ഏതാണ് സിന്ധു നദിയുടെ പോഷക നദി? സത്ലജ് ആണ്. ഓപ്ഷൻ സി, സത്ലജ് ആണ് സിന്ധു നദിയുടെ പോഷക നദി. യമുനയും ഗോമതിയും ഗംഗാ നദിയുടെ പോഷക നദികളാണ്. അതുപോലെ മനാസ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയും. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, മ്യാൻമാർ. ഇന്ത്യയുമായി എത്ര രാജ്യങ്ങളാണ് അതിർത്തി ഷെയർ ചെയ്യുന്നത്? 9 രാജ്യങ്ങൾ. 7+2. 7 രാജ്യങ്ങളുമായി കര അതിർത്തിയും 2 രാജ്യങ്ങളുമായി സമുദ്ര അതിർത്തിയും ഇന്ത്യ ഷെയർ ചെയ്യുന്നുണ്ട്. സമുദ്ര അതിർത്തി ഷെയർ ചെയ്യുന്ന 2 രാജ്യങ്ങൾ ശ്രീലങ്കയും മാലിദ്വീപും. കര അതിർത്തി ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇവയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം അല്ലെങ്കിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ഏത്? ഓപ്ഷൻ ബി, ചൈന. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? കേരളം, തമിഴ്നാട്, ഗുജറാത്ത് ഇവയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഓപ്ഷൻ ബി, ഗുജറാത്ത്. ഓപ്ഷൻ ബി, ഗുജറാത്ത് ആണ്. അടുത്ത ചോദ്യം, ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? കൃഷ്ണ, സത്ലജ്, മഹാനദി, ഗോദാവരി. ഭക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ് അല്ലേ? പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് ബോർഡറിലായിട്ടാണ് ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്? അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്? ഗോവ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ഗോവയും മഹാരാഷ്ട്രയും ഗുജറാത്തും ഉപദ്വീപീയ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് അതായത് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളാണ്. ആന്ധ്രാപ്രദേശോ ഉപദ്വീപീയ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനം, അതായത് ബേ ഓഫ് ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണ്. സോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം? 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. അടുത്ത ചോദ്യം, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്? മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം, റിട്രീറ്റിംഗ് മൺസൂൺ എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്ക് മൺസൂൺ കാറ്റുകളെയാണ് റിട്രീറ്റിംഗ് മൺസൂൺ അല്ലെങ്കിൽ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്. വടക്ക് കിഴക്കൻ മൺസൂണിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഓക്കെ, തമിഴ്നാടാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാം?
പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. അത് ഏതാണ്? നർമ്മദയും തപ്തിയും. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ് ഓപ്ഷൻ ബി ഡെറാഡൂൺ. ഡെറാഡൂൺ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏത്? ഏറ്റവും നീളം കൂടിയ പാലം ഏത്? പാമ്പൻ പാലം, ഹൗറ പാലം, ഭൂപൻ ഹസാരിക പാലം, സേതു ബന്ധൻ. ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഭൂപൻ ഹസാരിക പാലം എന്നറിയപ്പെടുന്ന ധോള സാദിയ പാലമാണ് ഏറ്റവും നീളം കൂടിയ പാലം. പക്ഷേ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം എന്ന് പറയുന്നത് MTHL ആണ്, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. അടൽ സേതു എന്നറിയപ്പെടുന്ന മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്, മുംബൈയെയും നവി മുംബൈയെയും ബന്ധിപ്പിക്കുന്ന സീ ബ്രിഡ്ജ്. 21.8 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. ഛോട്ടാ നാഗ്പൂർ എന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ഛോട്ടാ നാഗ്പൂർ എന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഒരു പർവ്വതം, ഒരു പട്ടണം, ഒരു നദി, ഒരു പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ ഒരു പീഠഭൂമിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 3214 കിലോമീറ്റർ. 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7 രാജ്യങ്ങളുമായി ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നു. അടുത്ത ചോദ്യം, അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപുകൾ ഏതാണ്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപുകളാണ് ഏത്? ലക്ഷദ്വീപ് അല്ലേ? ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപുകൾ ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഏത്? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഏത്? പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ. ഏതാണ്? ഭൂട്ടാൻ. ഓപ്ഷൻ ഡി, ഭൂട്ടാനാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത്. അടുത്തത്, ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ ശക്തമായ മഴ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽ ബൈശാഖി. അടുത്തത്, ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ഏതാണ്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ. ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ പെടുന്നു? ഉത്തര പർവ്വത മേഖല, ഥാർ മരുഭൂമി, ഉപദ്വീപീയ പീഠഭൂമി, ഡെക്കാൻ ട്രാപ്പ് മേഖല. ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ ബി, ഥാർ മരുഭൂമി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലയളവ് എപ്പോൾ? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലയളവ് എപ്പോൾ എന്നുള്ളതാണ് ചോദ്യം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ, ഒക്ടോബർ മുതൽ നവംബർ വരെ, ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ, മാർച്ച് മുതൽ മെയ് വരെ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ഓപ്ഷൻ എ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ചോദ്യം, സുന്ദരവനം ഡെൽറ്റ പ്രദേശം എവിടെയാണ്? പശ്ചിമ ബംഗാൾ. 24ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കർണാടകയിൽ 31ാമതായി നിലവിൽ വന്ന ജില്ല. കർണാടകയിൽ 31ാമതായി നിലവിൽ വന്ന ജില്ല. മയിലാടുംതുറൈ, വിജയനഗര, ഹംപി, ബെല്ലാരി. ഏതാണ് കർണാടകയിൽ 31ാമതായി നിലവിൽ വന്ന ജില്ല? ഓപ്ഷൻ ബി, വിജയനഗര. അടുത്ത ചോദ്യം,
ഹിമാലയൻ പർവ്വത നിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഹിമാലയൻ പർവ്വത നിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഹിമാലയൻ പർവ്വത നിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി. ഹിമാലയൻ പർവ്വത നിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. മൂന്നാമത്തെ പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സോ ഒന്നാമത്തെയും മൂന്നാമത്തെയും മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അതും ശരിയാണ്. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. 3 പ്രസ്താവനകളും ശരിയാണ്. സോ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ. ശരിയാണ്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിലാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കൊറോമാൻഡൽ തീരസമതലം. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതല്ല, കിഴക്കൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കൊറോമാൻഡൽ കോസ്റ്റ്. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. 3 പ്രസ്താവനകളിൽ രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതും ശരിയാണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതും ശരിയാണ്. സോ 3 പ്രസ്താവനയും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ. തെറ്റാണ്. ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടിയാണ് അല്ലേ? ഇതിന്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. ഇത് ശരിയാണ്. വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവ ഇതിന്റെ ഭാഗമാണ്. മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത്? സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത്? ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്, ഉത്തരാഖണ്ഡ്, ഡെറാഡൂൺ, പാട്ന, ബീഹാർ, പാട്ന, മിസോറാം, ഐസ്വാൾ. ഇതിൽ തെറ്റായിട്ടുള്ള ഏതാണ്? ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ആന്ധ്രാപ്രദേശ് അമരാവതിയാണ് അല്ലേ? അടുത്തത്, ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്. കറക്റ്റാണ്. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യയിൽ ആകെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. അതും ശരിയാണ്. ഒന്നാമത്തേതും രണ്ടാമത്തേതും പ്രസ്താവന ശരിയാണ്. ഒന്നാമത്തേതും മൂന്നാമത്തേതും പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. സോ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ചോദ്യം, ഉത്തര പർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തര പർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? ഉത്തര പർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ
ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഉത്തര പർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. നാഗ, ഖാസി, ഗാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു. ഈ 4 പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? മൂന്നാമത്തെ പ്രസ്താവനയാണ്. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ് എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ഹരിയാന. നമ്മൾ ഈ ഭാഗം കൂടി കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം. താങ്ക് യു.